തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളായി ഈ വചനം വേർഡ് ഇൻ പവർ, പ്രയർ ആൻഡ് പവർ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ദൈവം സഹായിച്ച് മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് അത് അനുഗ്രഹമായി തീരുന്നു, വിടുതലായി തീരുന്നു എന്നറിയുന്നു. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വീണ്ടും അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടെ അനേകർക്ക് വിടുതൽ ലഭിക്കുന്നു, അനേകർ വിളിക്കുന്നു. തുറന്നും ആ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോട് നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മിനിറ്റുകളിൽ ദൈവം നമ്മെ സഹായിക്കാനായി ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യും. നിന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ആ വചനത്തിൻ്റെ ശക്തി ഈ മണിക്കൂറുകളിൽ വ്യാപരിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും തിരുനാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സഹായിക്കും. അടിയനെയും ദൈവാത്മാവിൻ്റെ ശക്തിയിൽ നിർത്തണം. കൃപയുടെ സ്വാതന്ത്ര്യം തന്നാട്ടെ. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ നിരന്തരമായി ഈ വചനം നമ്മൾ ബുധനാഴ്ച 2 മണിക്കും ശനിയാഴ്ച രാവിലെ 8 മണിക്കും കേൾക്കാൻ ദൈവം പവർ വിഷനെ കൂടെ സാഹചര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നല്ലോ. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ അന്ത്യകാലത്ത് ഒരു വ്യക്തിയുടെ അത് കേൾക്കാൻ നിങ്ങൾ മറ്റുള്ളവരെ കൂടെ പരിചയപ്പെടുത്തണം എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഭാഗം നിർത്തുന്നു. ദൈവനാമത്തെ ഈ ദിവസങ്ങളിൽ നാം ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു അവയവമാണ് ഹൃദയം. അതിൻ്റെ മേഖലയിൽ വിശുദ്ധ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ചില ആത്മീയ സത്യങ്ങളെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ മണിക്കൂറുകളും. അങ്ങനെ ഒരു വചനം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ തന്നു. ചില കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറയാൻ താല്പര്യമാണ്. അതിനാധാരമായി 95-ാം സങ്കീർത്തനം 8-ാം വാക്യം എന്താ അത് പറയുന്നത്? വായിക്കാം. 8-ാം വാക്യം: ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കും. ഞാൻ പറഞ്ഞ ഹൃദയത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പം ഇവിടെ ഹൃദയം കഠിനമാക്കരുതെന്ന്. ചുമ്മാതല്ല, വചനം കേൾക്കുമ്പോൾ കഠിനപ്പെട്ടു പോകരുത്. എന്തുവാ നമ്മൾ മനസ്സിലാക്കുന്നത്? മനുഷ്യജീവന്റെ ഉറവിടമായ ഹൃദയത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ഹൃദയം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നൂടെ പരിശോധിക്കാനാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ വചനം വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധിക്കുന്നു. നാം വായിച്ച വേദവചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഹൃദയത്തെ കഠിനപ്പെടുത്തരുതെന്ന, കഠിനപ്പെട്ടു പോകാം. പാട്ടെ, ഇന്ന് എൻ്റെ കാര്യമല്ല, ആരെങ്കിലും പ്രസംഗിക്കട്ടെ, എന്തെങ്കിലും പറയട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. കഠിനപ്പെടുത്തി കളയും, റിബല്യസ് ആയി, മത്സരികളായി. അത് ദൈവത്തിന് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം കേൾക്കുമ്പോൾ അനുതാപത്തോടെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നു. അതാണ് അനുഗ്രഹം. ഉൾക്കൊണ്ടാൽ മാത്രം പോലെ ഉൾക്കൊണ്ട് തിരുത്തലുകൾ വരുത്തണം, കറക്ഷൻസ്. കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, അയക്കുമ്പോൾ ഒക്കെ എന്തെങ്കിലും ദൈവം നമ്മളോട് പറഞ്ഞാൽ അതനുസരിക്കണം, അത് ഉൾക്കൊള്ളണം. അതനുസരിച്ച് മുന്നോട്ട് ജീവനം ക്രമപ്പെടുത്തി ആ ദൈവം പ്രസാദിക്കും, അനുഗ്രഹിക്കും. അതിനാ ദൈവം നമുക്ക് വചനം തരുന്നു കേട്ടോ. അപ്പം ഒരു വശത്ത് സ്വീകരിക്കാൻ കഴിയുമ്പോൾ അത് കേട്ട് ഉൾക്കൊള്ളാതെ കഠിനപ്പെടുത്തി തള്ളിക്കളയാനും നമുക്ക് കഴിയും. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ തള്ളിക്കളഞ്ഞാലുള്ള പ്രശ്നം തന്നെ ഒരു ശിക്ഷാവിധിയുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് പോകാനൊക്കത്തില്ല കേട്ടോ. ആൻഡ് thereafter a judgment will reach you. ഒരു ശിക്ഷാവിധി. അത് ആ ശിക്ഷാവിധിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് പഴയ നിയമത്തിലെ ഒരു സംഭവം ഈ വചനത്തിലുണ്ട്. എന്തുവാ? നിങ്ങൾ എന്തോ ചെയ്യണമെന്ന, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നത് മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുതെന്ന്.
മെരീബയിലും മസാനാളിലും നടന്ന 2 സംഭവം ഈ വേദപുസ്തകത്തിലുണ്ട്. അതെവിടാ? ദൈവത്തിൻ്റെ ദാസനായ മോശ മിസ്രൈമിൽ നിന്നും തന്റെ ജനത്തെ വിടിപ്പിച്ചുകൊണ്ട് വരിക. വരുന്ന വഴി ആ കാരവാൻ ഒരു വലിയ യാത്രയാണ്, നമുക്കറിയാം, നീണ്ട വർഷങ്ങൾ. ഞാൻ ചുരുക്കി പറയാം, ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവർ കയ്യിൽ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ബക്കറ്റിലുണ്ടോ? ഇല്ലല്ലോ. എല്ലാം ദൈവം വഴി പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ഒരു 2 സ്ഥലത്ത് വന്നപ്പോൾ വെള്ളത്തിന് പ്രശ്നം വന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ വായിച്ചു, മെരീബയിൽ, മെസാനാൾ. അതായത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകം 20-ലും ഇത് രേഖപ്പെടുത്തി. വെള്ളം കിട്ടാൻ വന്നപ്പോൾ ജനമെല്ലാം കൂടെ മോശയോടും അഹരോനോടും ദൈവത്തോടും കൂടെ അവർ മത്സരിക്കുക, പെറുപെറുത്തു. എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? അവിടെ കാണും കിടന്ന് ചാകത്തില്ല, അവിടെ അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. ഒത്തിരി അവിടുത്തെ പഴയതിൻ്റെ കാര്യം പറഞ്ഞ് മോശയോട് ദേഷ്യപ്പെട്ടു, മോശയോടും ദൈവത്തോടും. മോശ സൗമ്യനായ മനുഷ്യൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേട്ട് ഇവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവർ ഈ പെറുപെറുത്തതും അനുസരിച്ച് ഒന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് പ്രയാസമായി, അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അപ്പോൾ ദൈവം അവിടെ ചില ശിക്ഷകൾ അയക്കുന്ന അവിടെ രേഖപ്പെടുത്തിയിരുന്നു. നിങ്ങൾ ആ 2 ഭാഗങ്ങൾ, പുറപ്പാട് 17, സംഖ്യ 20 വായിക്കണേ കേട്ടോ. അപ്പം അതിൻ്റെ ഫലം അവർ അനുഭവിക്കേണ്ടി വന്നു. അത് വലിയ ദുഃഖത്തിന് കാരണമാണ്, മരണം വരെ സംഭവിക്കും. അപ്പം കഠിനപ്പെടുത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ഒരു അപകടമുണ്ട്. ദൈവശബ്ദത്തിൻ്റെ മുഖത്ത്, ദൈവവചനത്തിൻ്റെ മുഖത്ത് അത് ഉൾക്കൊള്ളാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നത് അപകടമാണ്. അതുകൊണ്ടാണ് ഈ മിനിറ്റിലും പരിശുദ്ധാത്മാവ് ലോകത്തിന് വിവിധ രാജ്യങ്ങളുള്ള ഒരു കൂട്ടം ജനത്തോടെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്. ഡോണ്ട് യു എവർ ട്രൈ ടു ഹാർഡൻ യുവർ ഹാർട്ട് ആൻഡ് ത്രോ അവേ ദ വേർഡ് ഓഫ് ഗോഡ്. ഹൃദയത്തെ കഠിനപ്പെടുത്തി ദൈവവചനത്തെ തള്ളിക്കളയരുത്. വളരെ ഗൗരവമായൊരു വാക്യമായി ഈ 95-ാം സങ്കീർത്തനം. നിങ്ങൾ ഇന്നവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഹൃദയം കഠിനപ്പെടുത്തരുത്. ഇടയ്ക്കൊരു 2 സ്ഥലവും പറഞ്ഞിട്ടുണ്ട്, ഓർക്കാൻ വേണ്ടി കേട്ടോ. ഓർമ്മിപ്പിക്കട്ടെ, കഠിനപ്പെടുത്തരുതേ, വചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാൻ ഇടയാകട്ടെ. ഞാൻ ചോദിക്കട്ടെ, വചനം കേട്ട് കഠിനപ്പെട്ട എത്ര സന്ദർഭങ്ങളുണ്ട്? എത്ര ദൈവദാസന്മാർ വന്ന് പ്രസംഗിച്ചു? ജീവിതം ക്രമപ്പെട്ടോ ഇതുവരെ? വരട്ടെ, കുറച്ചുകൂടെ വരട്ടെ, നാളെ ആകട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ദൈവം കരുണയുള്ളവനായതുകൊണ്ട് എന്നാ ചെയ്യുന്നറിയാമോ? നിർത്തിയിരിക്കുക. 1 വർഷം കൂടെ നിൽക്കട്ടെ, ഗുണപ്പെട്ടേലോ ഫലം കായ്ച്ചേലോ അല്ലേ വെട്ടിക്കളയാം. ബി വെരി സീരിയസ്. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, വചനം കേട്ട് ഹൃദയം കഠിനപ്പെടുത്തരുതേ. എത്ര ആരാധനകൾ സംബന്ധിച്ചു, എത്ര ആലയങ്ങളിൽ പോയി, എത്ര കൺവെൻഷനുകൾ കേട്ടു, എത്ര പേര് വ്യക്തിപരമായി ഇടപെട്ടു. ഇന്നും രൂപാന്തരപ്പെട്ടിട്ടില്ലേ? കഠിനപ്പെട്ട ഹൃദയമാണോ? സ്നേഹത്തോടെ ഓർമ്മിക്കും. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കുന്ന ഈ വിധം വായിക്കുമ്പോൾ കഠിനപ്പെട്ടു പോകരുത് കേട്ടോ. വചനം കേട്ട് കഠിനപ്പെടാനിടയാകൽ ഒരിക്കലും ഹൃദയം കഠിനപ്പെടുത്തി. രണ്ടാമത് വായിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ 28-14 അതിങ്ങനെയാണ്: എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിലകപ്പെടും. Blessed is the man who always fear the Lord. എപ്പോഴും ഭയത്തോടിരിക്കുന്നവൻ. അതിനാ ഭയം, അതൊരു പുരാതന ഭയത്തോടിരുന്ന എങ്ങനെയാ ഭാഗ്യവാനായി തീരുന്നത്? അപ്പോൾ എന്തോ ഭയമാ? ഭൗതികമായ ഭയമല്ല, ബാഹ്യമായിട്ടുള്ള കേട്ടോ. കുറ്റം ചെയ്തതിൻ്റെ പേര് പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമോ, ആരെയും ഉപദ്രവിക്കാൻ വരുമോ എന്നുള്ള ഭയമോ, തിരുവെഴുത്ത് പറയുന്ന പോലെ രാത്രിയിലെ ഭയമോ, ഇതൊന്നും അല്ല. പിന്നെ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയാമോ? ഇവിടെ ഭയമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഇറ്റ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന ഫിയർ എന്ന ഭക്തി എന്ന വാക്കിനാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മലയാളത്തിൽ ഫിയർ എന്ന് പറഞ്ഞു. ദൈവഭക്തിയാണ് ഓർമ്മിക്കുന്നത്. എപ്പോഴും ദൈവഭക്തിയോടിരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അതാണ് വേണ്ടത്. ഓൾവേസ് ബി ഇൻ ഫിയർ വിത്ത് ദ ലോർഡ്, റെസ്പെക്ട് ആൻഡ് ഹാവ് ദ റെവറൻസ്. നല്ല ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, നിറഞ്ഞ ഭക്തിയോടെ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹൃദയത്തെ കഠിനപ്പെടുത്തിയാൽ ശിക്ഷാവിധി വരും, അനർത്ഥത്തിലകപ്പെടുമെന്ന കേട്ടോ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ദൈവത്തിനോട് സ്തോത്രം ചെയ്യട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.
അപ്പോൾ ഭക്തിയോടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവം മുമ്പാകെ വിനയമുള്ള ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. മറിച്ച് കഠിന ഹൃദയമല്ല. കഠിന ഹൃദയത്തിൽ പോയാൽ അകപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ അനർത്ഥത്തിൽ അകപ്പെടും. ദൈവം തരുന്ന സന്ദർഭങ്ങളെ മനസ്സിലാക്കിക്കോണേ. സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കഠിനമാക്കരുത്. കഠിനമാക്കിയുള്ള ദോഷമില്ല. അങ്ങനെയുള്ള വ്യക്തിക്ക് ദൈവിക സാന്നിധ്യമില്ല, സംരക്ഷണമില്ല. ദൈവം അടുത്തില്ല, പിന്നെ സംരക്ഷണം, പ്രൊട്ടക്ഷനുമില്ല. പ്രൊട്ടക്ഷൻ ഇല്ലേ പിന്നെ എന്തോ അപകടമല്ലേ. ദൈവം തരുന്ന ഭദ്രതയുള്ളല്ലോ. അല്ല, എന്തുകൊണ്ട് പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ഭദ്രത എടുത്തു കളഞ്ഞാൽ, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദൈവം ഭദ്രത എടുത്തു കളഞ്ഞാൽ ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിസ്തരിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അവിടെ ഓർമ്മിക്കട്ടെ, ദൈവിക ഭദ്രതയിലായിരിക്കാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകണം. എന്ത് വേണം? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 57:15 പറയുന്നു, അവൻ ഉന്നതനെങ്കിലും ഉയർന്നിരിക്കുന്നവനെങ്കിലും ശാശ്വതവാസിയെങ്കിലും മനസ്താപവും മനോവിനയമുള്ളവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. കർത്താവ് ദൈവം, ഉന്നതനായ ദൈവം, സ്വർഗം തൻ്റെ സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠവുമായിരിക്കുന്ന വലിയ ദൈവം, വലിയ ദൈവം, വലിയ ദൈവം. പക്ഷേ ഈ ദൈവത്തിനൊരു പ്രത്യേകമുണ്ട്, മനസ്താപമുള്ള വിനയമുള്ളവരുടെ ഹൃദയങ്ങളിൽ വസിക്കും. ആ വസിക്കാൻ്റെക്ക് സ്ഥലമായി നമ്മളെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുന്ന കഠിന ഹൃദയന്മാരായി തീരരുതേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവിക സംരക്ഷണം വേണം. അപ്പം ദൈവിക സംരക്ഷണം ഉണ്ടെങ്കിൽ അവൻ്റെ നേരെ വരുന്ന എല്ലാ എതിർപ്പുകളെയും പോരുകളെയും പോരാട്ടങ്ങളെയും കർത്താവ് തടുത്തോളും. അല്ലാത്തവനോ അതിൻ്റെ അനർത്ഥത്തിൽ തകർക്കപ്പെട്ടു പോകും. അതിനിടയാകരുതേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ അടുത്ത ഒരു വാക്യം വായിക്കാൻ പോവാം. അതാ മൂന്നാമത്തെ കാര്യം. സദൃശ്യവാക്യങ്ങൾ 29:1. പലർക്കും അറിയാവുന്ന വാക്യമായിരിക്കും. കൂടെ കൂടെ ശാസന കേട്ടിട്ട് ശാഠ്യം കാണിക്കുന്നവൻ നീക്കിപ്പോക്കില്ലാതെ നശിച്ചു പോകും. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയത്, ഹി ദാറ്റ് ഹാർഡനത്ത് ഹിസ് നെക്ക് വിൽ സഡൻലി ഡിസ്ട്രോയ്. നെക്കെന്ന് പറഞ്ഞാൽ ഇതാണല്ലോ പെടലി. ഞാൻ നമ്മൾ പറഞ്ഞു ഭയങ്കര അവൻ്റെ ഒരു പെടലി, അവൻ്റെ ഒരു തലക്കനം എന്നൊക്കെ പറയാറില്ല. ഇതെവിടുന്നായി വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഏതാണ്ട് എന്നൊക്കെയുള്ള ചിന്ത വരുന്നത്. അതുകൊണ്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, പോയി വേറെ പണി നോക്കും എന്ന് പറയും അല്ലേ. പക്ഷെ എന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ വായിച്ചോ കേട്ടോ. എന്തുവാ വായിച്ചത്? നീക്കിപ്പോക്കില്ലാതെ നശിച്ചു പോകും. താൻ ചെയ്യുന്നതാണ് ശരി, ആരും എന്നെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അങ്ങനെ ആകരുതേ. ദൈവത്തിന് മക്കളെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് അവർക്കാണ് ഒരു അപകടകരമായ മുന്നറിയിപ്പ് ഇവിടെ ദൈവം തരുന്നത്. എന്താ നമുക്ക് ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്നത്? അപകടകരമായ ഒരു മുന്നറിയിപ്പ്. രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലുകളും അടച്ച് എന്നത്തേക്കുമായി നശിച്ചു പോകുന്ന എത്ര ഭയങ്കരമാണ്. നല്ലൊരു വഴി ഉള്ളപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടരുതേ എന്ന സ്നേഹത്തോടെ പിന്നെ ഓർമ്മിപ്പിക്കും. എത്ര നാളായി കേൾക്കുന്നല്ലേ. അത് ഉൾക്കൊള്ളാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിന്നെ എന്താ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ധാർഷ്ട്യവും നിഗളവും ഉള്ളവരായിട്ടല്ല, വിനയവും വിവേകവുമുള്ളവരായി, അങ്ങനെയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഭാഗ്യവാന്മാരാകും. ഒന്ന് ശാന്തമായി പരിശോധിക്കണേ. ഒരു പ്രസംഗം കേട്ടങ്ങ് പോയെന്ന് വരരുത്. ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം. ദൈവമേ, എൻ്റെ ഹൃദയം വിനയമുള്ളതാണ്. പലരും പറഞ്ഞിട്ട് കേൾക്കാത്ത ഹൃദയമാണ്, അനുസരിക്കാത്ത ഹൃദയം. എനിക്കതിന് വ്യത്യാസം തരണേ എന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അപകടമുണ്ട്, നശിച്ചു, സഡൻലി ഡിസ്ട്രോയ്, പെട്ടെന്ന് നശിച്ചു പോകുന്നു. അങ്ങനെ നശിച്ചു പോയ ഒത്തിരി പേരുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ ആരും പെടാതിരിക്കട്ടെ. വചനം കേൾക്കുന്നവരാരും. ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ 4-ാമത്തെ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അതെന്നറിയാം? അനുതാപവും മാനസാന്തരവുമില്ലാത്ത ഹൃദയം. എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്കുള്ള കോപം ചരതിച്ചു വെക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
അതായത് മനതാവും മാനസാന്തരവും ഇല്ലാത്ത ഹൃദയത്തിന് വരുന്ന അനന്തര ഫലത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയേക്കുന്നത് കേട്ടു. എന്തോ വായിച്ചേ? നീതിയുള്ളൊരു വിധി പുറപ്പെടുവിക്കുന്ന ഒരു നാളുണ്ട്. ഇവിടെ എങ്ങനെയും അങ്ങ് ജീവിച്ച് അവസാനിച്ച് പോകാം എന്നൊക്കെ ചിന്തിക്കുന്നു. എങ്ങനെയും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ പോകുന്നുള്ളൂ, ബാക്കി പിന്നെ കാണാം, പുറകാലം നോക്കാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പുറകാലം നോക്കാൻ വരുമ്പം വേറെയാ വിഷയം. അത് ലാഹുബുദ്ധിയോടെ കാണല്ലേ, ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. ദൈവം തന്റെ കോപം ഛർദിച്ചു വെക്കുന്നെന്ന്. The anger of God is being gathered together. ഒന്നിച്ച് കൂട്ടി വെക്കുന്നത്. കരുണയുള്ള ദൈവം അങ്ങനെയൊക്കെ ചെയ്യുമോ? അന്ന് രക്ഷയുടെ വഴി കാണിച്ചത് കൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നു. രക്ഷപ്പെടാൻ വഴി കൊടുത്തിട്ടും രക്ഷപ്പെട്ടില്ലേ, പിന്നെ ആരുടെ കുഴപ്പം? അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനിടയാകട്ടെ. ദൈവ മക്കളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ഒരു ദിവസം വരും. അന്ന് കോപം ദൈവം ഛർദിച്ച് വെച്ചപ്പോൾ അതിന്റെ പ്രതികാരത്തിലാകാതെ ഇടയാകരുത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കേട്ടോ. വളരെ ഭയത്തോട് ഉൾക്കൊണ്ടേണ്ട ഒരു വേദവചനമാണ്. ഇതൊരു സന്ദേശമാണ് കേട്ടോ. എന്താ കാരണം? മാനസാന്തരപ്പെട്ടില്ലേലും കുഴപ്പമില്ല, രൂപാന്തരപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ഹൃദയം കാഠിന്യപ്പെട്ട് തന്നെ ഇരുന്നോട്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നവർക്ക് ഭയങ്കരമായ ന്യായവിധിയുടെ ഒരു സന്ദേശമായത്. ആ കൂട്ടത്തിലാകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അതൊരു മുന്നറിയിപ്പ്. അതിന് പിന്നെ എന്ത് ചെയ്യണം? റിപ്പന്റ്, വിനയപ്പെടും, മാനസാന്തരപ്പെടും. കർത്താവ് ഹൃദയത്തിൽ വസിക്കട്ടെ. മനസ്താപവും മനോവിധങ്ങളുടെ ഹൃദയങ്ങളെ യഹോവ വസിക്കുന്നു നമ്മൾ കേട്ടല്ലോ. അങ്ങനെയാണ് എൻ്റെ ഹൃദയം, അതിനെ അങ്ങനെ ആക്കണേ നമ്മൾ പ്രാർത്ഥന. ലോർഡ് ഹെൽപ്പ് മീ ലോർഡ് ദാറ്റ് യു മേ ഡൾ ഇൻ മൈ ഹാർട്ട് എവറി ടൈം എവറി ഡേ. എല്ലാ സമയത്തും എല്ലാ നാളുകളിലും നീ എന്നോട് കൂടി ഇരിക്കണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ദൈവത്തിന് ദൈവകരങ്ങളിൽ നമ്മളെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുമോ, ഒന്ന് ശാന്തമായി പരിശോധിക്കുമോ? ദൈവം കോപം ഛർദിച്ചു വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നീ ചെന്ന് പെടരുത്. ഒരുപക്ഷെ നിൻ്റെ വീട്ടിൽ ദൈവം ഈ വചനം കൊണ്ടുവരിക, ഒരുപക്ഷെ നീ കാറിൽ ദൈവം നിന്നോട് സംസാരിക്കും, നിൻ്റെ അടുക്കളയിൽ ദൈവം സംസാരിക്കായിരിക്കും. ഇപ്പം അല്ലേ? ശാന്തമായി ഉൾക്കൊള്ളാൻ കഴിയട്ടെ, സ്വീകരിക്കാൻ കഴിയട്ടെ. കോപ ദിവസത്തേക്കല്ല, നിത്യതയുടെ സന്തോഷത്തിലേക്കായിത്തീരാൻ കർത്താവേ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണമേ. സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. അവൻ ഹൃദയത്തോടുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്ത എബ്രായലേഖനം 3:12 എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അപ്പൊ ഇവിടെ പറഞ്ഞ ഹൃദയം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അങ്ങനെ ഹൃദയമുണ്ടോ? ഉണ്ട്. ഹൃദയത്തിൻ്റെ മറ്റൊരവസ്ഥയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. അപ്പം ദുഷ്ടഹൃദയമാകാൻ കാരണം എന്നാ? അവിശ്വാസം. ദൈവത്തെക്കുറിച്ചുള്ള ഭീതിയും ഭയവും ഭക്തിയും ഒന്നുമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കുന്ന, എന്തോ ബൈബിളാ, എന്തോ പുസ്തകം എന്നൊക്കെ ചോദിച്ചു പോയാൽ, എന്തോ ദൈവമാണെന്നൊക്കെ ചോദിച്ചു പോയാൽ വിശ്വാസമുള്ള ഹൃദയമല്ല, അവിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, നാം ദൈവത്തെ അറിയുന്നതും ആശ്രയിക്കുന്നതും അവനെ ശരണമാക്കുന്നതും എല്ലാം അതിൻ്റെ പിന്നിൽ എന്തുവാ? വിശ്വാസമല്ലേ? വിശ്വാസത്താലല്ലേ നമ്മളിതെല്ലാം അറിഞ്ഞതും എടുത്തതും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഹൃദയത്തിൽ അവിശ്വാസമാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യം നടക്കും? വിശ്വാസം വേണ്ടിടത്ത് അവിശ്വാസം വന്നാൽ, അതുകൊണ്ട് ആ ദുഷ്ടഹൃദയം എന്ന് പറയും. നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്നാണ്. അതിനാർക്കും ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ വന്ന ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാൻ ഇടയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തിരുവചനം മുന്നറിയിപ്പ് തരിക. ദൈവത്തെ കളഞ്ഞേച്ച് പിന്നെ ദൈവമില്ലാതെ എങ്ങനെ ജീവിക്കും അന്ധകാരമുള്ള ലോകത്ത്? പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നതല്ലേ. ദൈവകൃപയുടെ ഭദ്രതയിലായിരിക്കണേ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആർക്കും ഉണ്ടാകരുത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കിവിടെ നിലനിൽപ്പില്ല.
അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. ഒരു കോൺഫിഡൻസ്, യെസ്, ഗോഡ് ഈസ് വിത്ത് മീ. ഞാൻ എവിടെ പോയാലും, പ്രവാചകൻ പറയുന്ന പോലെ വെള്ളത്തിൽ കൂടെ കിടന്നാലും തീയിൽ കൂടെ പോയാലും ഗോഡ് ഈസ് വിത്ത് മീ. അവൻ എന്നോട് കൂടെ ഉണ്ട്. അവൻ എന്നെ മുക്കിക്കളയത്തില്ല, ഞാൻ മുങ്ങിപ്പോകത്തില്ല. അല്ലേ? ഒത്തിരി പാട്ടുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ പാടാൻ, സമയമില്ല. ഒത്തിരി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുഷ്ടഹൃദയത്തിൻ്റെ ഉടമകളായിട്ടല്ല, ശുദ്ധ ഹൃദയത്തിൻ്റെ ഉടമകളായി ജീവിക്കും. അതിന് ദൈവം കരുണ ചെയ്യണം. ദൈവം കരുണ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ അതിനുള്ള ആഗ്രഹം ദൈവത്തോട് പറയുമ്പോൾ, ലോർഡ് ഹെൽപ്പ് മീ ലോർഡ്, ഐ ആം അൺഹോളി ആഗ്ലി ക്രീച്ചർ, ഞാൻ അശുദ്ധനായ പാപിയാണ്, എന്നോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിക്കുമ്പോൾ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കും. വിശ്വാസമുള്ളവർ. അതോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കാം. അതായത് എബ്രായ ലേഖനം 13:3. അതെന്താ? അതുകൊണ്ട് പാപത്തിൻ്റെ ചതിക്കുഴിയിൽ ആരും കഠിനപ്പെട്ടു പോകാതിരിപ്പാൻ ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ഇത് ഒരു വലിയ മുന്നറിയിപ്പാണ്. കാരണം പാപത്തിന് ഭയങ്കര ഒരു ചതിക്കുഴിയുണ്ട്. അതെന്താ? വിസ്തരിക്കണ്ടല്ലോ. അതായത് കുഴപ്പമില്ല, നന്മയുണ്ട്, അത് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് പാപത്തിൻ്റെ പ്രേരണ മനുഷ്യനെ പിശാച് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോകും. ചതിക്കുഴി കൊണ്ട് വീഴ്ച കഴിഞ്ഞിട്ട് അവൻ മാറും. ബോധം, കണ്ണു പറയും, അയ്യോ അബദ്ധപ്പെട്ടു പോയല്ലോ, പൊതുവിൻ്റെ മുമ്പിൽ നാണക്കെട്ട് പോയല്ലോ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ വരുന്നില്ലേ? പിശാചിൻ്റെ പരീക്ഷകളെ തിരിച്ചറിയാത്തതുകൊണ്ട്. മനസ്സിലായോ? സ്നേഹത്തോടെ പറയട്ടെ, പാപത്തിൻ്റെ ചതിക്കുഴി വീഴരുതേ എന്ന് സ്നേഹത്തോടെ പറയട്ടെ. ഇത് പറയുമ്പോൾ ആത്മീയ ജീവിതം ചെയ്യുന്നവരോടും ഒരു ബുദ്ധി ഉപദേശം പറയുക, എല്ലാവർക്കും. കാരണം നമ്മളെക്കാളൊക്കെ ഭക്തന്മാർ വീണുപോയൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കും. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണ് തകർന്ന് ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ, വീരബ മാൻകരിൽ വീണവരിൽ എന്ന് ഭക്തൻ അതുകൊണ്ടാണ് പാടിയത്. വീഴ്ചയ്ക്ക് എളുപ്പമുണ്ട്, ആശ്രയം തെറ്റിയാൽ ആശ്രയ കൊടുമുടി എവറസ്റ്റ് പോലാണെന്ന്. ദൈവത്തോട് പറ്റിയിരിക്കാൻ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന് കൽപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഈ മണിക്കൂറുകളിൽ ദൈവവചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ചതിക്കുഴി വീണു പോകാതിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടുള്ള ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുകയും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, ഇന്ന് എന്നൊരു ദിവസം നമുക്ക് ദൈവം തന്നിരിക്കുക. ആദ്യം എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം. എക്സോർട്ട് ഈച്ച് അതർ. നമ്മൾ തുടങ്ങിയത് ഇന്ന് എന്ന്. നമ്മുടെ 95-ാം സങ്കീർത്തനം, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, അത് അവസാനിക്കുന്നത് ഈ മേഖലയിൽ ഇവിടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിർത്തുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ജീവനോട് ഇരിക്കുന്നല്ലോ. ഇങ്ങനെ ചതിക്കുഴിയുണ്ട്, അപകടമുള്ളൊരു ലോകത്തിൽ പിശാച് അനേകർ വഞ്ചിച്ച് തകർത്തു കൊടുന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിനക്ക് ലഭിച്ച ദൈവകൃപ മറ്റുള്ളവൻ കൂടെ പ്രയോജനമാകാൻ സ്നേഹത്തോടെ കരുതലോടെ ഉൾക്കൊള്ളാനിടയാകട്ടെ. ദൈവമേ, മറ്റുള്ളവനെ ഒന്ന് സഹായിക്കാൻ എന്നെ കഴിയണേ. എന്താണ്? ഈ തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, താലന്തൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടാനിടയാകും. ചതിക്കുഴിയിൽ വീഴാൻ സാധ്യതയുള്ളത് പറഞ്ഞു കൊടുക്കണം മറ്റുള്ളവരോട്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒരു കുടുംബം, ഒത്തിരി പേരാ, അപ്പച്ചൻ, വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അപ്പൻ, അമ്മ, കുഞ്ഞുങ്ങളെ, നല്ല ഒരു കുടുംബമല്ലേ. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ, കൊച്ചുമക്കളൊക്കെ ഉണ്ടാകും. ഈ അമ്മച്ചിമാരൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് മടിയിലിരുത്തിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ദൈവകാര്യം, യേശുവിനെ കുറിച്ചൊക്കെ അല്ലേ. അതൊന്നുമില്ല, ഇപ്പം എല്ലാം മാറിയല്ലോ. ബൈബിൾ സൈസ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചതിക്കുഴി വീഴാനുള്ളത് മറ്റുള്ളവരോട് പറയണം, തലമുറയോട് പറയണം. കേട്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയണം, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം, ഒഴിഞ്ഞു മാറേണ്ടതിന് ഒഴിഞ്ഞു മാറണം. പിന്നെന്ത് ചെയ്യണം? വചനത്തിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃപ ചോരുന്നതൊന്നും ജീവിതത്തിൽ വരില്ല. അത് തിരിച്ചറിയണം. ദൈവകൃപ ചോർന്നു പോകുന്നു. വിശ്വാസികളോടായി പറയുന്നത് കേട്ടോ. ഇന്നലത്തെ കൃപയുണ്ടോ? ഇന്ന് പാടുമ്പം, പ്രാർത്ഥിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ഒക്കെ ഒന്ന് ചിന്തിക്കണം.
എവിടെയെങ്കിലും കൃപ ചോർന്നിട്ടുണ്ടോ? റെക്ടിഫൈ, ദൈവവുമായി അത് യഥാസ്ഥാനപ്പെടണം. ചതിക്കുഴിയുള്ള ലോകത്ത് ജീവിക്കുമ്പോൾ ആരെ വിഴുങ്ങേണ്ടി വന്ന പിശാച് അലർന്ന് സിംഹം പോലെ നടക്കുമ്പോൾ അവൻ്റെ ചതിയിൽ വീഴാതിരിക്കാൻ ദൈവങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുകയും ദൈവകൃപ ലഭിച്ചവർ ആ വിഷയം അന്യോന്യം പ്രബോധിപ്പിക്കുകയും ചെയ്യാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ നിറവിൽ എന്ത് വേണം? വീഴാതിരിക്കാൻ സൂക്ഷിക്കാമെന്ന് മാത്രമല്ല, കൃപമേൽ കൃപ പ്രാപിച്ച് ദൈവിക വിശുദ്ധിയിൽ വളരണം. ഭക്തനായ ദൈവദാസൻ പാടി, ഇന്നലേക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ ഡേറ്റമടുത്തായതെനിക്ക് എത്ര ആനന്ദം. ഇന്നലേക്കാൾ ഇന്നു ഞാൻ എൻ പ്രിയൻ നാടിനോ ഡേറ്റമടുത്തായതെനിക്ക് എത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ. എത്ര നാളായി കൊതിക്കുന്നില്ലേ? ആഗ്രഹമുണ്ടോ? പ്രത്യാശ വർദ്ധിക്കുന്നുണ്ടോ? വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ. ഇതാണ് പ്രത്യാശ. ഹൃദയം നിർമ്മലതയോടെ, വിശുദ്ധിയോടെ, കൃപ ചോരാതെ, ചതിക്കുഴിയിൽ വീഴാതെ നിർമ്മല ഹൃദയത്തിൻ്റെ ഉടമകളായി കർത്താവേ ഞങ്ങളെ കാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വിശുദ്ധിയുള്ളവരായി ചതിക്കപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദകരമായ അന്തരീക്ഷം ജീവിപ്പാൻ ഇടയാകട്ടെ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ വീണ്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ വചനം ധ്യാനിക്കാൻ അവസരം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവകൃപ ചോർന്നു പോകാതെ കർത്താവേ, ഹല്ലേലൂയ, ദൈവവചനം കേട്ടും ആമേൻ ഹൃദയം കഠിനപ്പെട്ടു പോകാതെ, ന്യായവിധിയിൽ ശിക്ഷാവിധിയിലാകപ്പെടാതെ, പാപത്തിൻ്റെ ചതിക്കുഴി വീഴാതെ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകളായി എല്ലാവരുമായിരിക്കാൻ പ്രത്യേക വചനം കേട്ടവരെ ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ആ വീരന്മാർ വീണുപോയ ലോകത്തിലാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ കർത്താവെ ആയിരിക്കാൻ എല്ലാവരെയും ഇടയാക്കണേ എന്ന് നാം മഹത്വപ്പെടണമേ. കൃപയുടെ കരങ്ങൾ ഏൽപ്പിക്കട്ടെ. വിവിധ വിഷയങ്ങളിൽ ഭാരങ്ങളിൽ വേദനയിലായിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. സ്വർഗം വരെ വിടുവിച്ച് സഹായിക്കണം കർത്താവെ. നിന്റെ നാമം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.